game. This one. You have to put on the Hold on, yeah. You are lucky. okay. Inside the rock. Yeah. ഈ ഒരു വെളിച്ചം കാണുന്നൊരു സ്പോട്ടുണ്ട്. ശരിക്കും അവിടെ നിന്നാണ് ഈ മൊണാസ്ട്രിയുടെ നിർമ്മാണം ആരംഭിക്കുന്നത്. മേളിൽ നിന്ന് തുറന്നിട്ട് മുഴുവൻ കാർവ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഈ റൂം എക്കോ റൂം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെയാണ് പ്രധാനപ്പെട്ട ഫംഗ്ഷനുകളൊക്കെ നടക്കുന്നത്. ഇത് റോമുകളുടെ മെയിൻ ചർച്ച്. അതുകൊണ്ടായിരിക്കും ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇതാണ് ഇവിടെ നോക്കിയാലുള്ള ഗഗാഡി മൊണാസ്ട്രിയുടെ ഒരു പുറകിലുള്ള മലകൾ കണ്ട. Now where are we going? We are going to Gerard Gagad Monastery. Monastery. So Gagad Monastery ലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. It is near to Garni? Garni Yeah, Monastery. little far. ഒരു 20 മിനിറ്റ് ട്രാവൽ ഉണ്ടെന്നാണ് പറയുന്നത് ഇവിടെ നിന്ന്. നമ്മളിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ സിംഫണി ഓഫ് സ്റ്റോൺസിൽ നിന്ന്. നമ്മുടെ വണ്ടി ആ ഭാഗത്താണ് പാർക്ക് ചെയ്തിരുന്നത്. ഡ്രൈവർ വണ്ടി എടുക്കാൻ വേണ്ടി പോയി. നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ പുറകിലുള്ള വ്യൂ ഉണ്ടോ? ആ ഭാഗത്താണ് നമ്മളിപ്പോൾ പോയിട്ട് വന്നത്. ഇങ്ങോട്ടാണ് തിരിച്ചു പോകേണ്ടത്. ഇവിടെയൊക്കെ എന്തോ ഹോട്ടലോ അങ്ങനെ എന്തൊക്കെയുള്ള സംഭവം കാണും. ഇവിടെയും വൈകുന്നേരം ആകുമ്പോൾ ബാർബിക്യൂ സെറ്റപ്പൊക്കെയാണ് ഈ ഭാഗത്ത്. വൈകുന്നേരം നല്ല തിരക്കാവും. നമ്മൾ ഗഗാഡ് മൊണാസ്ട്രിയിലോട്ടുള്ള യാത്ര കണ്ടിന്യൂ ആണ്. ഇപ്പോൾ നമ്മൾ നാഷണൽ ഹൈവേ 3 കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നാഷണൽ ഹൈവേ 3 ആണ്. ഇവിടുന്ന് 10 കിലോമീറ്ററാണ് ഗഗാഡ് മൊണാസ്ട്രിക്കുള്ളത്. ഒരു 15-20 മിനിറ്റ് ഡ്രൈവ് ഉണ്ടെന്നാണ് നമ്മുടെ ഡ്രൈവർ പറഞ്ഞത്. ഇവിടെ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ റോഡിനോട് വളരെ ചേർന്നിട്ടാണ് വീടുകളൊക്കെ പണിതിരിക്കുന്നത്. ഈ കാണുന്നത് ഗ്യാസ് പൈപ്പുകളാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇപ്പോൾ ടെറൈനൊക്കെ മാറി, കുന്നും മലയും ഒക്കെ ആയിട്ടുള്ളൊരു ടെറൈനായിട്ട് മാറിപ്പോൾ. സമയം 3 മണിയാവുന്നിപ്പോൾ. നല്ല തിരക്കുണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ടായിരിക്കും ഇന്ന് നല്ല തിരക്കുണ്ട് ഇവിടെ. ആ ദൂരെ കാണുന്നതാണ് നമ്മുടെ മൊണാസ്ട്രി. ഈ ഗഗാഡ് മൊണാസ്ട്രി എന്ന് പറയുന്ന അർമേനിയയിലെ ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വിശുദ്ധമായിട്ടുള്ള സ്ഥലമായിട്ടാണ് ഇവിടെയുള്ള വിശ്വാസികൾ കരുതുന്നത്. അതുകൊണ്ടാണ് പൊതുവെ അവധി ദിവസങ്ങളിൽ നല്ല തിരക്കുള്ളത്. സാധാരണ ദിവസങ്ങളിൽ ഇവിടെ നല്ല തിരക്കുണ്ടാകാറുണ്ടെന്നാണ് നമ്മുടെ ഗൈഡ് പറയുന്നത്. ഗഗാഡ് മൊണാസ്ട്രിയുടെ ഫ്രണ്ടിൽ കൊണ്ട് പാർക്ക് ചെയ്തു. ഇവിടെ ചെറിയ ചെറിയ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയ പൂക്കളൊക്കെ വെച്ചിട്ട് ഇതെല്ലാം ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഹാൻഡ്മെയ്ഡ്. ഈ കാണുന്നതാണ് കപ്ചറുകൾ അഥവാ കൽക്കുരിശുകൾ. നമ്മൾ ഗാർണി ടെമ്പിളിൽ പോയപ്പോഴും പഴയ കാലത്തുണ്ടാക്കിയ കൽക്കുരിശുകളൊക്കെ കണ്ടിരുന്നല്ലോ. ഇതൊക്കെ പല പല കാലഘട്ടങ്ങളിലായിട്ട് കല്ലിൽ കൊത്തിയെടുത്ത കപ്ചറുകളാണ്. ഈ ഒരു ചെറിയൊരു കയറ്റം കയറിയാണ് നമ്മൾ മൊണാസ്ട്രിയിലോട്ട് പോകേണ്ടത്. ദൂരെ ആ പാറക്കെട്ടിൻ്റെ സൈഡിലൊക്കെ പണ്ടുണ്ടായിരുന്ന മൊണാസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട കെട്ടിടങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ, അതുപോലെ ഡോറൊക്കെ കാണുന്നുണ്ട് ഇവിടെ നിന്ന്.
അതുപോലെ ഈ ഒരു ഭാഗത്ത് കുറേ വലിയ പൈൻ മരങ്ങളും നിൽപ്പുണ്ട്. This one. You have to put on the Hold on, yeah. You are lucky. താഴെ ചെറിയ കല്ലുകൾ കിടപ്പുണ്ട്. അതിന് ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് ഹോളിലിട്ടാൽ ലക്ക് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇതാണ് മെയിൻ എൻട്രൻസ്. ഇവിടെയും നല്ല തിരക്കുണ്ട്. മുമ്പ് പറഞ്ഞ പോലെ പൊതുവെ ഞായറാഴ്ചകളിൽ മാരേജ് അതുപോലെയൊക്കെയുള്ള പ്രധാനപ്പെട്ട ഈ ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസികളുടെ ചടങ്ങുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പൊതുവെ ഞായറാഴ്ചകളിൽ നല്ല തിരക്കുള്ളത്. 13-ാം നൂറ്റാണ്ടിലാണ് ഈ മൊണാസ്ട്രി പണികഴിപ്പിച്ചത്. പക്ഷേ അതിനു മുമ്പ് തന്നെ 4-ാം നൂറ്റാണ്ടിൽ ഇവിടുത്തെ ഒരു മല തുരന്നിട്ട് അതിനുള്ളിൽ ഒരു പള്ളി ഇവിടെ പണിതിട്ടുണ്ടായിരുന്നു. Inside the rock. ഈ കാണുന്ന മൊണാസ്ട്രി ഒരു പാറ തുറന്നിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു വെളിച്ചം കാണുന്നൊരു സ്പോട്ടില്ലേ, ശരിക്കും അവിടെ നിന്നാണ് ഈ മൊണാസ്ട്രിയുടെ നിർമ്മാണം ആരംഭിക്കുന്നത്. മേളിൽ നിന്ന് തുറന്നിട്ട് മുഴുവൻ കാർവ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇവിടെ എല്ലാം മുഴുവൻ ടൂറിസ്റ്റുകളെ കൊണ്ടും വിശ്വാസികളെ കൊണ്ടും ഒക്കെ നിറഞ്ഞിട്ടാണുള്ളത്. നല്ല തിരക്കുണ്ട്. ഈ ഒരു ഭാഗത്ത് മെഴുകുതിരിയൊക്കെ കത്തിക്കുന്നുണ്ട്. ഇവിടെ 2 മൃഗങ്ങളുടെ ഒരു പ്രാവിൻ്റെയൊക്കെ ശില്പങ്ങൾ കൊത്തി വെച്ചിട്ടുണ്ട്. ഇത് വേറൊരു സെക്ഷനാണ്. ഇവിടെയും നടക്കുന്ന കണ്ട പോലത്തെ ഒരു ഹോൾ മുകളിൽ കാണുന്നുണ്ട് വെട്ടം വരാൻ വേണ്ടിയിട്ട്. മുമ്പ് ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്താണല്ലോ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ആ സമയത്ത് പകൽ സമയത്ത് നല്ല വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിലുള്ള കൺസ്ട്രക്ഷൻ മിക്കവാറും എല്ലാ സ്ഥലത്തും കാണുന്നുണ്ട്. നമ്മൾ ഇന്നലെ പോയ ഗാർണി ടെമ്പിളിലും ഉണ്ടായിരുന്നു. ഇവരുടെ പൊതുവെയുള്ള ഒരു ശൈലി ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. പഴയ കാലത്ത് ഉണ്ടാക്കുന്ന ഈ പള്ളികളിലും മൊണാസ്ട്രികളിലും ഒക്കെ ഈ ഒരു രീതിയിലാണ് ഈ ഒരു വെട്ടം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഹോളുകളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ചെയ്തിരുന്നത്. ഈ ചുവരിലൊക്കെ കുരിശുകൾ കൊത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ അർമേനിയൻ ഭാഷയിലൊക്കെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മറ്റൊരു സെക്ഷനാണ്. ഈ തറയൊക്കെ കണ്ട് ഇവിടെ തറയോടൊന്നും ഇല്ലാത്ത രീതിയിൽ റഫായിട്ട് കിടക്കാണ്. ഇവിടെയും നല്ല തിരക്കാണ്. ഇവിടെയാണ് പ്രധാനപ്പെട്ട ഫംഗ്ഷനുകളൊക്കെ നടക്കുന്നത്. ഇത് നമ്മളുടെ മെയിൻ ചർച്ച്. അതുകൊണ്ടായിരിക്കും ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഒരു കല്യാണം അതുപോലെ എന്ത് ബാപ്റ്റിസം പോലെയുള്ള എന്തൊക്കെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല തിരക്കാണ്. നമുക്കെന്തായാലും പുറത്തിറങ്ങാം. അകത്ത് നല്ല തിരക്കായിരുന്നു. Second room. Yeah. There is chorus room. They building natural eco voice. ഗോഗാത്ത് എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് ഈ മൊണാസ്ട്രി ഉള്ളത്. ചുറ്റും മലകളും കാര്യങ്ങളൊക്കെയാണ്. മലകൾ മാത്രമേ ഉള്ളൂ. ഫുള്ളി പാറയ്ക്കകത്താണ് ഈ പള്ളി ഉള്ളത്. ഇപ്പോൾ കണ്ട ചില പാർട്ടൊക്കെ ഈ പാറയുടെ അടിവശമായിരുന്നു. ഇപ്പോൾ നമ്മളതിൻ്റെ മേൽഭാഗത്താണ്. ഇത് കണ്ടത് അതാണ് ചെറിയൊരു ഡോറാണിത്. മഴ സമയത്ത് അല്ലെങ്കിൽ മഞ്ഞ് സമയത്തൊക്കെ ഇതിനകത്ത് വരുന്ന വെള്ളം പോകാൻ Voice coming to the dead. People are when standing here. They listening to the voice. ഈ റൂം എക്കോ റൂം എന്നാണ് അറിയപ്പെടുന്നത്. പണ്ട് ഈ പ്രാർത്ഥന പോയർക്ക് പാടാനായിട്ട് ആൾക്കാർ ഈ റൂമാണ് ഉപയോഗിച്ചത്. ഇതിൻ്റെ തൊട്ടടുത്തുള്ള ആരാധന നടക്കുന്ന സ്ഥലത്ത് അപ്പോൾ ഇവിടെ നിന്ന് പാടുന്ന സമയത്ത് നല്ല ശബ്ദത്തിൽ അവിടെ പ്രാർത്ഥനാ ഗീതങ്ങൾ അവിടെ കേൾക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് ഇതൊരു കൊയർ റൂമായിട്ടാണ് ഇത് യൂസ് ചെയ്തിരുന്നത്.
ഇതിൻ്റെ മേളിലൊക്കെ തേനീച്ചപ്പറ്റിയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഈ മൊണാസ്ട്രികൾ കുന്നിൻ്റെ മേളിലും ക്ലിഫിൻ്റെ മേളിലും ഒക്കെ വരാനും ഒരു കാരണമായിട്ട് ഗൈഡ് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ക്രിസ്ത്യാനിറ്റി ഇവിടെ വന്ന സമയത്ത് ഒരുപാട് ആക്രമണങ്ങളൊക്കെ ക്രിസ്തീയ മതം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്ന മിഷണറിമാർ നേരിട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ ആക്രമണങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ഈ ശത്രുക്കളുടെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് തിരക്കൊഴിഞ്ഞ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ടാണ് ഇവർ മൊണാസ്ട്രിയും ചർച്ചും ഒക്കെ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെയും അതുപോലെയാണ് ഇവർ ആദ്യം 4-ാം നൂറ്റാണ്ടിൽ ആദ്യത്തെ മൊണാസ്ട്രി ഇവിടെ നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു പാറ തുറന്നിട്ട് പാറയ്ക്കുള്ളിലാണ്, അതായത് പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഒരു മൊണാസ്ട്രി ഇവിടെ നിർമ്മിച്ചത്. ഈ ഗഗാഡ് മൊണാസ്ട്രി ഗഗാഡ് വാങ് മൊണാസ്ട്രി എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. അർമേനിയയിലെ കോട്ടക് പ്രൊവിൻസിലാണ് ഈ ഒരു മൊണാസ്ട്രിയും ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കെട്ടിടങ്ങളും ഒക്കെ ഉള്ളത്. ശരിക്കും ഇതൊരു ഗഗാഡ് മൊണാസ്ട്രി കോംപ്ലക്സ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ചരിത്രത്തിൽ 4-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു മൊണാസ്ട്രി പണിതെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അർമേനിയയിലെ ആദ്യകാല ക്രിസ്ത്യൻ മൊണാസ്ട്രികളിലൊന്നാണ് ഇത്. സെന്റ് ഗ്രിഗറി ദ ഇലുമിനേറ്റർ എന്ന് പറയുന്ന ഒരു വിശുദ്ധനാണ് ഈ ഒരു മൊണാസ്ട്രി സ്ഥാപിക്കുന്നത്. അദ്ദേഹമാണ് അർമേനിയയെ ലോകത്തിലെ ആദ്യത്തെ ക്രിസ്തുമത രാജ്യമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച അർമേനിയയിലെ വിശുദ്ധൻ. അതുപോലെ തന്നെ അർമേനിയയിലെ മൊത്തത്തിലുള്ള ക്രിസ്തുമത പ്രചരണത്തിലും ഈ ഒരു മൊണാസ്ട്രിക്കും സെന്റ് ഗ്രിഗറിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണുള്ളത്. ഈ മൊണാസ്ട്രിയുടെ നിർമ്മാണ രീതിയാണ് അർമേനിയയിലുള്ള മറ്റ് മൊണാസ്ട്രികളിൽ നിന്നും ഈ ഒരു മൊണാസ്ട്രിയെ വ്യത്യസ്തമാക്കുന്നത്. ഈ ഒരു മൊണാസ്ട്രി സ്ഥിതി എന്ന് പറഞ്ഞാൽ അസാത്ത് നദിയുടെ അടുത്തുള്ള ഒരു ക്ലിഫിന്റെ സൈഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മൊണാസ്ട്രിയുടെ മുഴുവൻ ഭാഗവും വലിയൊരു പാറ തുറന്നിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗഗാഡ് എന്നുള്ള അർമേനിയൻ വാക്കിന് കുന്തം എന്നാണ് അർത്ഥം വരുന്നത്. യേശുക്രിസ്തുവിനെ ക്രൂശിലേറ്റുന്ന സമയത്ത് യേശുക്രിസ്തുവിനെ ഉപദ്രവിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു കുന്തം കാലങ്ങളോളം ഇവിടെ ഈ ഒരു മൊണാസ്ട്രിയിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഗഗാഡ് മൊണാസ്ട്രി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ഇപ്പോൾ ആ കുന്തം എഗ്നിയാഡ്സിൻ ട്രഷറി എന്ന് പറയുന്ന ഒരു മ്യൂസിയത്തിലാണ് ഉള്ളത്. ഈ മൊണാസ്ട്രി കോംപ്ലക്സിൽ ചർച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോളി മദർ ചർച്ച് എന്ന് പറയുന്ന ഒരു ചർച്ചാണ് ഈ മൊണാസ്ട്രിയുടെ സെൻട്രൽ ആയിട്ടുള്ള ഒരു ചർച്ച്, ഒരു വലിയ ചർച്ചാണത്. 13-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ചർച്ച് നിർമ്മിക്കുന്നത്. പൂർണ്ണമായിട്ടും അർമേനിയൻ ശൈലിയിലാണ് ചർച്ചിന്റെ ഉള്ളിലുള്ള കല്ലുകളിലൊക്കെയുള്ള ശില്പങ്ങളും മറ്റുമൊക്കെ കൊത്തിവെച്ചിരിക്കുന്നത്. ഈ ഒരു ചർച്ച് കൂടാതെ ഒരുപാട് ചാപ്പലുകളും അതുപോലെ പാറകളുടെ സൈഡിലൊക്കെ തുറന്നിട്ടുള്ള ഒരുപാട് അറകളും റൂമുകളും ഒക്കെ ആയിട്ട് വളരെ ഒരു വലിയൊരു കോംപ്ലക്സ് ആണ് ഈ ഒരു ഗഗാഡ് മൊണാസ്ട്രി കോംപ്ലക്സ്. അർമേനിയൻ ക്രിസ്ത്യൻ വിശ്വാസികളുടെ ഒരു പ്രധാന വിശ്വാസ കേന്ദ്രമാണ് ഗഗാഡ് മൊണാസ്ട്രി. സെന്റ് ഗ്രിഗറി ദ ഇലുമിനേറ്ററിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹമാണ് ഈ മൊണാസ്ട്രി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കുന്നത്. അർമേനിയയെ ക്രിസ്തു മതത്തിലോട്ട് പരിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്ത ഒരു പ്രമുഖനായിട്ടുള്ള വിശുദ്ധനാണ് സെന്റ് ഗ്രിഗറി. 4-ാം നൂറ്റാണ്ടിലാണ് അർമേനിയ ലോകത്തിലെ ക്രിസ്തുമതം സ്വീകരിക്കുന്ന ആദ്യത്തെ രാജ്യമായിട്ട് മാറുന്നത്. ഈ മൊണാസ്ട്രി കോംപ്ലക്സിലുള്ള ഒരു തടവറയിൽ ക്രിസ്തുമതം പ്രചരിപ്പിച്ചതിന്റെ പേരിൽ സെന്റ് ഗ്രിഗറി 13 വർഷത്തോളം തടവിലുണ്ടായിരുന്നു. കിങ് ടിറിഡേറ്റ്സ് മൂന്നാമനായിരുന്നു അന്ന് സെന്റ് ഗ്രിഗറിയെ തടവിൽ പാർപ്പിച്ചത്. പല പ്രാവശ്യം ക്രിസ്തുമതം ഉപേക്ഷിക്കാനും മറ്റുമൊക്കെ രാജാവ് നിർദ്ദേശിച്ചെങ്കിലും സെന്റ് ഗ്രിഗറി അതിന് തയ്യാറായില്ല. പിന്നീട് ഈ രാജാവിന് ഒരു മാറാവ്യാധി വിടുവിടുകയും പ്രാർത്ഥന വഴി സെന്റ് ഗ്രിഗറി ആ ഒരു മാറാവ്യാധിയെ സുഖപ്പെടുത്തി കൊടുക്കുകയും ചെയ്തതിനു ശേഷം രാജാവ് ക്രിസ്തുമതം സ്വീകരിച്ചു. അതിനുശേഷം അർമേനിയ ലോകത്തിലെ ആദ്യത്തെ ക്രിസ്തുമതം സ്വീകരിക്കുന്ന രാജ്യമായിട്ട് മാറി. ഇതാണ് ഇവിടെ നോക്കിയാലുള്ള ഗഗാഡ് മൊണാസ്ട്രിയുടെ ഒരു പുറകിലുള്ള മലകൾ കണ്ട. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെ കണ്ട് പുറത്തിറങ്ങി ഇതുവഴി ഇങ്ങനെ നമ്മുടെ പാർക്കിംഗ് ആ ഭാഗത്താണ്. ഇതിൻ്റെ പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത് കണ്ട ആ മലകളിലൊക്കെ പല സ്ഥലത്തും കുരിശ് വെച്ചിട്ടുണ്ട്. ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ ക്ലൈമറ്റാണ് കേട്ടോ. ഇവിടെ വെയിലുണ്ടെങ്കിലും ചൂടില്ല, തണുപ്പെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നല്ല കാലാവസ്ഥയാണ്. ഇവിടെ എനിക്കൊന്ന് ഇതുവരുടെ ഈ പൈപ്പാണ്, കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള പൈപ്പാണ്, ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഇവിടെ അതുപോലെ എന്തോ ഒരു മോനുമെൻ്റ് പോലെ നല്ല തണുത്ത കാറ്റ് പഠിക്കുന്നുണ്ട്. ഇതാണ് പുറത്തുനിന്ന് നോക്കിയാലുള്ള വ്യൂ. അപ്പോൾ ഗഗാഡ് മൊണാസ്ട്രിയുടെ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നമ്മളപ്പോൾ ഇനി തിരിച്ച് നേരെ ഹോട്ടലിലോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ ചിലപ്പോൾ വൈകുന്നേരം അറൗണ്ട് സിറ്റിയിലോട്ടാണ്. എന്തായാലും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.